നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1031st day. Today 39th sloka of Pradhamaskandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1031 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 39ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 39ാമത്തെ ശ്ലോകം. ഓം അഥാബഭാഷേ ഭഗവാൻ നാരദോ മുനിസത്തമാ മാ കംചന ശുചോ രാജൻ ഈശ്വര രാജന്നധീശ്വരവശം ജഗത്. ഓം തത്സത്. അഥാബഭാഷേ ഭഗവാൻ നാരദോ മുനിസത്തമാ മാ കംചന ശുചോ രാജൻ അധീശ്വരവശം ജഗത്. ഓം തത്സത്. പദം പിരിക്കേണ്ടത് അധ ആഭഭാഷേ ഭഗവാൻ നാരദ മുനിസത്തമ മാ കംചന ശുചോ രാജൻ ഈശ്വരവശം ജഗത്. അതായത് അധ അനന്തരം മുനിസത്തമ മുനിശ്രേഷ്ഠനും ഭഗവാൻ മഹിമയുള്ളവനുമായ നാരദർ ആപഭാഷയെ പറഞ്ഞു. രാജൻ, ഹേ രാജാവേ, കംചന ആരെക്കുറിച്ചും മാ ശുച, മാ എന്നുള്ളത് ശുചിയോടെ, മാ ശുച ദുഃഖിക്കേണ്ട, ശുച എന്ന് പറഞ്ഞാൽ ദുഃഖം, മാ വേണ്ട, ദുഃഖിക്കേണ്ട. യത് എന്തുകൊണ്ടെന്നാൽ ജഗത് ലോകം ഈശ്വരവശം ദൈവാധീനമായിരിക്കുന്നു. ദൈവത്തിന് അധീനപ്പെട്ടതാണ് ഈ ലോകം. അതുകൊണ്ട് തന്നെ ആരെക്കുറിച്ചും അല്ലയോ രാജാവേ അവിടുന്ന് വ്യസനിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകം മുഴുവൻ എപ്പോഴും ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് അധീനമായിട്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ അധീനതയുള്ള ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് ദുഃഖിക്കാൻ അവകാശമില്ല എന്ന് പറയുകയാണ്. എന്തെന്നാൽ ആദ്യമേ പരമാർത്ഥം അറിയിച്ചാൽ, അതായത് ഗാന്ധാരി, വിദുരർ, ധൃതരാഷ്ട്രർ എല്ലാവരും കാട്ടിൽ പോയി മോക്ഷപദവി അടഞ്ഞു എന്ന് മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ധർമ്മപുത്രർക്ക് ദുഃഖം വളരെയേറെ കൂടും. തൻ്റെ കടമ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ വ്യസനിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പരമാർത്ഥം പറയാതെ മെല്ലനെ പറയാമെന്ന് കരുതിയിട്ട് ഒരു ലോകത്തുള്ള ന്യായം, ലോക സ്വഭാവത്തെ പറയുകയാണ് നാരദർ. അതൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പൊതു സ്വഭാവത്തെ പറയുകയാണ്. എല്ലാം ഭഗവാന് അധീനമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ അധീനതയിലുള്ള ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യത്തിലും വ്യസനിക്കേണ്ട, ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. ആദ്യം തന്നെ സത്യം അറിയിക്കാതെ അത് ഉൾക്കൊണ്ട് മെല്ലെ സത്യത്തെ പറഞ്ഞാൽ കുറച്ചും കൂടി അവർക്കത് ഉൾക്കൊള്ളുവാൻ എളുപ്പമായിരിക്കും എന്ന് ഉള്ള ആ നല്ല ഗുണത്തെ കൂടി നാരദർ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാട്ടിത്തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അഥാപഭാഷേ ഭഗവാൻ നാരദോ മുനിസത്തമ മാ കംചന ശുചോ രാജൻ ഈശ്വരീ രാജൻ ഈശ്വരവചം ജഗത്. ഓം ശ്രീകൃഷ്ണായ നമ. അഥാപഭാഷേ ഭഗവാൻ നാരദോ മുനിസത്തമ മാ കഞ്ചന ശുചോ രാജൻ ഈശ്വരവശം ജഗത്. രാജന്യധീശ്വരവശം അധീശ്വരവശം ജഗത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്.
ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.